കേരളം. നമസ്കാരം. ഇന്ന് നമസ്തേ കേരളത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ അശ്വിൻ കുമാർ. ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ അശ്വിൻ കുമാറിനെ നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന് പറയുന്ന ഒരു പുസ്തകം, വാണിദാസ് ഇളയാവൂരിന്റെ വടക്കൻ ഐതിഹ്യമാല, അതിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷയാണ് ഈ ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന പുസ്തകം. ഏതായാലും കേരളത്തിന്റെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് വായനക്കാർക്കിടയിൽ കിട്ടിയ ഒരു സ്വീകാര്യതയെക്കുറിച്ച് തന്നെ ആദ്യമേ പറയണം. ഈ പുസ്തകം ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ, അധികമായിട്ടില്ല, ഒരാഴ്ച 10 ദിവസമായിട്ടുള്ളൂ. അതിനകത്ത് തന്നെ ഷാർജ ബുക്ക് ഫെയർ, ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2 തവണ DC ബുക്സ് അയച്ചിട്ട് 2 തവണയും ഒരു വിറ്റുപോയി എന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പല ഷോറൂമുകളിൽ, പല DC ബുക്സിന്റെ ഷോപ്സിലും അതിപ്പോ കിട്ടാനില്ല. അപ്പോൾ അടുത്ത പതിപ്പ് ഇറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഷാർജ പുസ്തകോത്സവം പോലുള്ള വലിയൊരു പുസ്തകമേളയിൽ ഇത് വിറ്റുപോയിരിക്കുന്നു. അത് തന്നെ വലിയൊരു അംഗീകാരമാണ്. ഈ ഒരു പുസ്തകത്തിന്റെ രചനയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിഭാഷയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഒരു കാലത്ത് എനിക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്നുള്ള പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണത് വേറെ പലരും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും പിന്നെ അത് പബ്ലിക് ഡൊമൈനിലാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി എന്റെ അമ്മ ഒരിക്കൽ ഒരു പിറന്നാളിന് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഞാനത് വായിച്ചു നോക്കിയപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളും, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കൂടുതലും തിരുവിതാംകൂറും കൊച്ചിയും മലബാറിന്റെ കുറച്ച് കഥകളുണ്ട്. പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലി നോർത്ത് മലബാറിന്റെ മാത്രമാണ്. അതായത് കോഴിക്കോട് വടക്കോട്ട് പോലുള്ള രാജ്യങ്ങളുടെ അവിടുത്തെ രാജകുടുംബങ്ങളും അമ്പലങ്ങളും തെയ്യങ്ങളും അവിടുത്തെ ഓരോ ആർക്കും അറിയാത്ത കഥകൾ, 1-2 കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു 98% കഥകൾ ഞാൻ അറിയാത്ത കഥകളായിരുന്നു. അപ്പൊ അത് തന്നെ ആ മലയാളത്തിലുള്ള ബുക്ക് തന്നെ കിട്ടാൻ വളരെ വിഷമമുള്ളൊരു പുസ്തകമായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ വടക്കൻ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പ്രേക്ഷകരെ, വായനക്കാരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിൽ നിന്നാണോ ഇതിനൊരു സ്വതന്ത്ര വിവർത്തനം, ഇംഗ്ലീഷിലേക്ക് ഒരു വിവർത്തനം വേണം എന്ന് കരുതി ട്രാൻസ്ലേറ്റ് ചെയ്തത്? അതോ ഈ കേരളത്തിന്റെ ഈ ഐതിഹ്യവും നാടോടി കഥകളും പുരാണങ്ങളും ഒക്കെ അതിനോടുള്ളൊരു താല്പര്യമാണോ ഈ ഒരു പുസ്തകത്തിന്റെ രചനയിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്? ഞാൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോ ഹിസ്റ്ററിയും ഇങ്ങനത്തെ നമ്മുടെ പഴയ കൾച്ചറും ഹെറിറ്റേജിലും വലിയ താല്പര്യമുള്ളൊരു വ്യക്തി കൂടിയിട്ടാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്ത് അതിന്റെ രസകരമല്ല വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ വായിച്ചിട്ട് ഞാൻ ഓരോരുത്തരോട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പം ഇത് പറഞ്ഞു തരാനോ ഇതിലത്തെ ഓരോ കാര്യങ്ങൾ അതിൽ കൂടുതൽ പറഞ്ഞു തരാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആരും ഇല്ല. അതാണ് അതിന്റെ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം. ഞാനൊക്കെ വളരുന്ന സമയത്ത് കഥകൾ പറഞ്ഞു തരാനും പഴയ കഥകളും പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്കൊരു ജനറേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾ വളരുന്നതും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ ഗ്രാൻഡ് പേരൻസ് ഒന്നും കൂടിയില്ല. അപ്പൊ ഈ കഥകൾ സത്യം പറഞ്ഞാൽ ഇല്ലാതാവുമോ എന്നുള്ളൊരു ഒരു ഘട്ടം വരുമോ എന്ന് എനിക്ക് തോന്നി. അത് കാരണം പലരും, എത്രയോ മലയാളികൾ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നവരുണ്ട്. അവർക്ക് മലയാളം വായിക്കാൻ പോലും അറിയില്ല. അപ്പൊ പിന്നെ അത് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. തീർച്ചയായിട്ടും ആ വടക്കൻ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു വിവർത്തനം എന്ന രീതിയിൽ മാത്രമല്ല, ഇതിനു വേണ്ടി താങ്കൾ കുറെ പഠനങ്ങൾ നടത്തി എന്നുകൂടി പറഞ്ഞു. എത്ര നാളത്തെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു ഈ ഒരു പുസ്തകത്തിന്റെ രചനയ്ക്ക് പിന്നിൽ? ഒപ്പം തന്നെ ഇതിനായി നടത്തിയ പഠനങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു പ്രൊഫഷണൽ ഹോട്ടലിയറാണ്. ഞങ്ങൾക്ക് ഹോട്ടലിൽ 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് ഒരു 14-16 മണിക്കൂറാണ് ഞങ്ങളുടെ നോർമൽ ദിവസം. അതിനുശേഷമാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ പറഞ്ഞ മാതിരി കുറെ റിസർച്ച് ചെയ്യേണ്ടി വന്നു. കുറെ ആളുകളോട് കണ്ട് പലതവണ പല സ്ഥലത്തും പോയി പലരെയും കാണേണ്ടി വന്നു. തിരുവനന്തപുരം സ്റ്റേറ്റ് ലൈബ്രറിയിൽ പോയി കുറെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കി എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു 5.5 വർഷം എടുത്തു ഇത് മുഴുവൻ തീർത്തെടുക്കാൻ. പറഞ്ഞ മാതിരി മലയാളം പുസ്തകത്തിൽ ഒരു മലയാളി വായിക്കുന്നതും
ഒരു മലയാളം അറിയാത്ത ഒരാൾ വായിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുള്ളത്. കാരണം ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല ഇതിൽ. ഈ പറഞ്ഞ മാതിരി കുറെ റിസർച്ചും ധാരാളം അന്വേഷണങ്ങളും ധാരാളം കുറെ റെഫറൻസ് ബുക്കുകളെല്ലാം അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പലരെയും പോയി കണ്ടു പലരെയും വിളിച്ച് സംസാരിച്ചിട്ടാണ് ഈ പുസ്തകത്തിലേക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഇംഗ്ലീഷ് ഫോമിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 5.5 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, വലിയൊരു പരിശ്രമം തന്നെ ഈ പുസ്തകത്തിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ വായനക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമാകുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് താങ്കൾക്ക് പറയാം? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിലെ പല കഥകളിലും വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിലെയും പലതരം മതസ്ഥരുടെ കൂട്ടായ്മയും പല കഥകളും അതിൽ വായിച്ചാൽ മനസ്സിലാക്കാം. അമ്പലങ്ങളും പള്ളികളും തമ്മിലുള്ള അത്രയും അടുത്ത ബന്ധവും ഓരോരുത്തരുടെ ഉത്സവങ്ങളിലും മറ്റ് സമുദായക്കാർ വന്ന് ചേർന്ന് സഹായിക്കുന്നതും പങ്കുചേരുന്നതും ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പ്രത്യേകിച്ചും പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ വാണിദാസ് ഇളയാവൂർ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മുഖവുരയിൽ പറയുന്നുണ്ട്, ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചരിത്രപരമായ രേഖപ്പെടുത്തലൊന്നുമല്ല, കേട്ടതാണ്, വായിച്ചറിഞ്ഞതാണ്. അങ്ങനെയുള്ള കഥകൾ, നാടോടി കഥകൾ, തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സ്വന്തമായി ഒരു കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ അതിൽ നടത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. താങ്കളും ആ ഒരു രീതിയിൽ തന്നെയാണോ ഇതിന്റെ വിവർത്തനത്തിലും സ്വീകരിച്ചത്? ഒരുവിധം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വന്നു. അത് മലയാളവും ഇംഗ്ലീഷും രണ്ട് പുസ്തകങ്ങളും വായിച്ച ആൾക്കാർക്ക് മാത്രമേ അത് വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും എന്റേതായ കുറെ ഇൻപുട്സ് എന്ന് പറയാം അതിലുണ്ട് തീർച്ചയായിട്ടും. അതേപോലെ ഓരോ കഥയുടെ ഇടയ്ക്കും 132 കഥകളാണ് അതിലുള്ളത്. അതിൽ ഓരോ കഥയുടെ ഇടയ്ക്കും പണ്ട് മുതലേ കേരളത്തിലും മലബാറിലും വന്നിരുന്ന അന്യരാജ്യങ്ങളിലെ മാർക്ക് പോളോ അല്ല, അതിനു മുമ്പേ 8ാം നൂറ്റാണ്ട് മുതലുള്ള ആളുകളുടെ ഓരോ വിവരണങ്ങളും ജസ്റ്റ് ഒരു പാരഗ്രാഫ് 2 വരി അല്ലെങ്കിൽ അര പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്കാരത്തിന്റെ ഒരു അറിയാത്ത എത്രയോ യൂറോപ്യൻസും അറബ്സും നമ്മളെപ്പറ്റി എഴുതിയിരിക്കുന്നത് അതിൽ വളരെ രസകരമായിട്ടുള്ള, എനിക്ക് രസകരമായിട്ട് തോന്നി, വായിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വായനക്കാർക്കും വളരെ വലിയ ഒരു രസകരമായ ഒരു അനുഭവം തന്നെയാണ്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കെട്ടുകഥകളും നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു നാടിന്റെ സംസ്കാരം, പൌരാണികത്തെ രേഖപ്പെടുത്തുമ്പോൾ അതിന് ചരിത്രപരമായ തെളിവുകളില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാം. അതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ ചരിത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഞാൻ അതും വളരെ രസകരമായിട്ടുള്ള സർ ചാൾസ് മെക്കിനസ് എന്ന് പറയുന്ന ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററുടെ 2 വരികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് പൊതുവെ ചരിത്രബോധമില്ലാത്തൊരു ഒരു സംസ്കാരമാണെന്ന് നമുക്കൊന്ന് പറയാം. നമുക്ക് റിട്ടൺ ഹിസ്റ്ററിയും നമുക്ക് റിട്ടൺ റെക്കോർഡ്സിലൊന്നും അധികം താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഈ കഥകൾ പറഞ്ഞ് ഒരു 3ാമത്തെ 4ാമത്തെ ജനറേഷൻ ആകുമ്പോഴേക്കും അതൊരു തരം ഭയങ്കരമായ ഒരു ടിവിയിലെ സീരിയലൊക്കെ കാണുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അപ്പോ ഈ ചരിത്രം എന്ന് പറയുന്നത് വിജയിക്കുന്നവർ എഴുതുന്നതാണ്. അതിലിപ്പം എത്രത്തോളം സത്യമുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായമാണത്. ഇത് വെറും കഥകൾ, അതിൽ ചരിത്രവും ഉണ്ടായിരിക്കാം, പിന്നെ പറഞ്ഞ മാതിരി കെട്ടുകഥകളും ആയിരിക്കാം. ഇതൊന്നും നമുക്കറിയത് ഇതൊന്നും കൂടുതൽ അനലൈസ് ചെയ്യണ്ടായെന്നാണ് എന്റെ അഭിപ്രായം. അത് വാണിദാസ് മാഷും അതിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ KKN കുറുപ്പാണ് ഇതിന്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് മലയാളത്തിലും. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യാൻ പോണ്ട, ഇതൊക്കെ നമ്മുടെ ഒരു പൂർവിക കഥകളും നമ്മുടെ ഒരു ഹെറിറ്റേജ് ആണ്, അത്രയും കരുതിയാൽ മതി. അതിൽ ഹിസ്റ്ററി ഉണ്ടാവും, കുറെ രസകരമായിട്ടുള്ള കഥകളും പറഞ്ഞു ചേർക്കും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പറയാനുള്ളത് വാമൊഴിയായി പകർന്നു കിട്ടിയ കാര്യങ്ങളാണ് തലമുറകൾ കൈമാറ്റം ചെയ്തു. ഒരുപക്ഷെ ഇനിയും ഇത് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പുതിയൊരു തലമുറയ്ക്ക് ഇതൊക്കെ അന്യമാകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്കത് തോന്നാൻ കാരണം തന്നെ ഡോക്ടർ KKN കുറുപ്പിന്റെ വരികൾ വായിച്ചപ്പോഴാണ്, അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്കും തോന്നിയത്. കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന അദ്ദേഹം ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ ഇന്ന്
തീർച്ചയായിട്ടും അതിൽ എത്ര പേർക്ക് അതിലെ കഥകളെല്ലാം ഓർമ്മയുണ്ടാവും എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് ഞാൻ പറഞ്ഞ മാതിരി ജീവിച്ചിരിക്കുന്ന ആർക്കും ഞാനത് ചോദിച്ചാലും പറഞ്ഞുതരാൻ പോലും ആരും ഇല്ലായിരുന്നു. കൊട്ടാരത്തിൽ ശങ്കരൻ ഐതിഹ്യമാലയുടെ പല കഥകളും പലർക്കും അറിയാം. ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. വടക്കേ മലബാറിൽ പോലും ആർക്കും അറിയില്ല ഈ കഥകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്യാധീനപ്പെട്ടു പോയെന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അന്യാധീനപ്പെട്ടു പോകില്ല ഒരുപക്ഷെ ഈ പുസ്തകം വായനക്കാരിലേക്ക് കൂടുതൽ എത്തുമ്പോൾ. മറ്റൊരു കാര്യം, ഇതൊരു ബൃഹത് പുസ്തകമാണ്. പക്ഷേ വടക്കൻ മലബാറിന്റെ ഐതിഹ്യങ്ങൾ, നാടോടി കഥകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇനിയും നിരവധി സ്ഥലങ്ങൾ, അവിടെയൊക്കെ തന്നെ നിരവധി ഇതുപോലുള്ള പൌരാണികമായിട്ടുള്ള കഥകൾ, സംഭവങ്ങൾ, ചരിത്ര രേഖപ്പെടുത്തലുകൾ ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തുക എന്നൊരു താല്പര്യമുണ്ടോ ഇനി? ഇത് വടക്കേ മലബാറിലെ ആസ്പദമാക്കിയിട്ടുള്ള കഥകളാണെങ്കിലും ഇതിൽ ചില കഥകളുണ്ട്. അതിൽ കൊച്ചിയല്ല, തിരുവിതാംകൂർ തന്നെ കണക്ഷനുള്ള പല കഥകളും ഇതിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നിപ്പം ശങ്കരനാഥ ജ്യോത്സ്യർ എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവിതാംകൂറിലെ വലിയൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹം പഞ്ചാബിലെ രഞ്ജിത് സിംഗ് മഹാരാജാവിന്റെ കൂടെ പോലും ജീവിച്ചിരുന്ന ഒരു കഥകളും അങ്ങനെ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യം തുടങ്ങുന്നത് വടക്കേ മലബാർ എന്നാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ പല കണക്ഷൻസും ഉണ്ട്. അപ്പൊ ഇതിപ്പം വടക്കേ മലബാർ എന്ന് 90% പറയാം. പക്ഷേ കേരളത്തിന്റെ മലയാള സംസ്കാരത്തിന്റെ പല ആംഗിൾസും അതിൽ കാണാം. ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ താങ്കൾ സന്ദർശനം നടത്തിക്കാണും. ഒരു പുതിയ കാലഘട്ടത്തിൽ അവയുടെയൊക്കെ രേഖപ്പെടുത്തൽ, അവയുടെ ഒരു സംരക്ഷണമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതോ അന്യാധീനപ്പെട്ടു പോകും എന്നൊരു രീതിയിലേക്കാണോ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്? ചിലതെല്ലാം നന്നായിട്ട് നടക്കുന്നു, ചിലത് മോശമായി എന്ന് പറയാൻ പറ്റില്ല. അറക്കൽ കെട്ട്, കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിന്റെ, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്നു. അവരുടെ അറക്കൽ കെട്ട് സർക്കാർ വളരെ നല്ല രീതിയിൽ കൊട്ടാരമൊക്കെ വൃത്തിയാക്കി റെനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു ഇപ്പൊ ഈയിടയ്ക്ക് ഒരു വളരെ പബ്ലിസിറ്റി വന്നിരുന്നൊരു മൃദംഗ ശൈലേശ്വരി, പഴയ DGP അലക്സാണ്ടർ സാറുടെ ഒരു വാട്സാപ്പ് സന്ദേശം നടക്കുന്നു, ഇങ്ങനെ എല്ലാവരെയും സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതിൽ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെ പറ്റിയിട്ട് അതും ഈ ബുക്കിലുണ്ട്. അങ്ങനെ പല കഥകളും. ആ അമ്പലം ഇപ്പോൾ വളരെ നന്നായിട്ട് നടക്കുന്നു എന്നാണ് കേട്ടത്, റെനോവേഷനൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോ കൂടുതൽ ആൾക്കാരെ അറിയുന്നതും കൂടുതൽ ആളുകൾ അതിന്റെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും പല കാര്യങ്ങളും ഞാൻ തന്നെ പോയി അന്വേഷിച്ചപ്പോൾ വാണിദാസ് മാഷ് പോലും എഴുതിയിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ അന്വേഷിച്ച് പോണ്ട, അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അതെനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ തന്നെ വായിച്ച 1-2 സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയപ്പം അങ്ങനെ അവശിഷ്ടങ്ങൾ പോലും ഇല്ല. അപ്പം ബാക്കി വളപട്ടണം കോട്ട എന്ന് പറയുന്ന സംഭവം പേര് മാത്രമേ ഉള്ളൂ, ഇപ്പം നാമശേഷം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. തീർച്ചയായിട്ടും വടക്കൻ ഐതിഹ്യമാല വളരെയധികം ആളുകൾ വായിച്ച, ഏറ്റവും കൂടുതൽ ആസ്വാദക ഭംഗി തകർന്ന ഒരു പുസ്തകം തന്നെയായിരുന്നു വടക്കൻ ഐതിഹ്യമാല. പക്ഷെ അത് മലയാളത്തിലായിരുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരു സ്വതന്ത്ര വിവർത്തനം ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ജനസമൂഹങ്ങളിലേക്ക് എത്തിപ്പെടും എന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും അതാണ് എന്റെ ആഗ്രഹം. ഇത് പറഞ്ഞു ഞാനതിൽ എഴുതിയിട്ടുണ്ട്, ഇറ്റ് വാസ് മോർ എ ലേബർ ഓഫ് ലവ്. ഒരു 5-10 ആളുകളെങ്കിലും വായിച്ച് കഥകളൊക്കെ അറിയണമെങ്കിൽ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾ ഒരു എഴുത്തുകാരനല്ല, ആത്യന്തികമായി ഒരു മറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. അതിനിടയിൽ സമയം കണ്ടെത്തിയപ്പോഴാണ് എഴുത്തിലേക്ക് കടന്നത്. താങ്കളുടെ ഒരു കരിയറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഒരു ഹോബി എന്ന് പറയാം. ഞാൻ ധാരാളം വായിക്കും, അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് എന്ന് കരുതാം. പിന്നെ എന്റെ കയ്യിൽ കുറെ പഴയ താളിയോല ഗ്രന്ഥക്കെട്ടുകളുണ്ട്. അതൊന്നും വായിക്കാൻ അറിയില്ല, നമുക്കറിയാത്ത ഭാഷകളിലാണ്, മലയാളത്തിലും തമിഴിലും ഗ്രന്ഥലിപിയിലൊക്കെയാണ്. പക്ഷേ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതും ഒരു തരം പുസ്തകം ആണല്ലോ എന്നുള്ള. അപ്പോൾ 100 കണക്കിന് പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം വായിച്ചു തീർക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതുന്നതും ഒരു സുഖം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അമ്മ ജന്മദിന സമ്മാനമായി തന്ന പുസ്തകമാണ് ഇതിന്റെ ഒരു രചനയ്ക്ക് പ്രചോദനമായതെന്നും താങ്കൾ സൂചിപ്പിച്ചു. കുട്ടിക്കാലത്ത് ഇതിനോടൊക്കെ തന്നെ ബന്ധപ്പെടാനുള്ള ഏത് തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു? കുറച്ചൊക്കെ, അധികമില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും ഉണ്ട് നമ്മുടെ ചിന്താഗതിയൊക്കെ മാറി വേറെ പല കാര്യങ്ങളിലേക്കും വികസിക്കുന്നതും. അങ്ങനത്തെ ഒരു പ്രോസസ്സായിട്ട് ഒരു 10-25 വർഷം മുമ്പാണെങ്കിലും എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു, ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ അത് ചോദിച്ച് അന്വേഷിച്ചു വരുന്നു.
ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ. ഇനി മറ്റ് സ്ഥലങ്ങളിലെ രചനകൾ കൂടി എഴുതാൻ താല്പര്യമുണ്ടോ? അതിനൊരു ജോലി ഒരുപക്ഷെ അതിനൊരു പ്രതിബന്ധം സൃഷ്ടിക്കുകയാണെങ്കിൽ മുഴുവൻ സമയം എഴുത്തിലേക്ക് കടക്കാൻ ഒരു താല്പര്യമുണ്ടോ? മുഴുവൻ സമയം എഴുത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഇല്ല. എന്തായാലും എന്തെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിക്കൂടാന്നില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി ഇത് എഴുത്തല്ല, ഇതൊരു വിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രത്യേക വേറൊരു ഫീൽഡാണ്. തീർച്ചയായിട്ടും ഇത് അറിയുന്ന ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് തിരുവിതാംകൂറിനെ പറ്റി ആയിരിക്കണം. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഒരു ഉചിതമായിട്ടുള്ളൊരു വർക്ക് ഒരു മനസ്സിലുണ്ട്. ഞാനതൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അടുത്തത് മിക്കവാറും തിരുവിതാംകൂറിനെ പറ്റി ആയിരിക്കും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരാളെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. സംസാരിച്ചിട്ട് പിന്നെ അടുത്ത വർക്കിനെ പറ്റി ആലോചിക്കണം. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാട് തന്നെയാണ് ഇന്ത്യ. പക്ഷേ ഇവിടെ കേരളത്തിന്റെ ആ ഒരു ഐതിഹ്യത്തെക്കുറിച്ചും നാടോടി കഥകളെക്കുറിച്ചുമാണ് താങ്കൾ കൂടുതൽ പഠനം നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പൌരാണികത ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും. മലയാള ഭാഷയിൽ കേരള അതിർത്തിക്ക് പുറത്ത്, അതായത് തമിഴ്നാട് പോലും പരദേശമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മളെപ്പോഴും വളരെ റോമൻ സമയത്ത്, ജൂലിയസ് സീസറുടെ സമയത്ത് മുതലേ നമ്മൾ റോമുമായിട്ട് ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ചൈനയായിട്ടും ഫിനീഷ്യൻസായിട്ടും പിന്നെ ജൂസ് ഒരുവിധം എല്ലാവരും വന്നിരുന്നു. നമുക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളായിരുന്നു പരദേശം. ഇപ്പോഴും ആ വാക്ക് പരദേശി ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ ബേസിക്കലി എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് യൂറോപ്പ് പോലെയാണ്. യൂറോപ്പിലെ പല പല രാജ്യങ്ങളും അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചറും ഒരു പലതരം ഭാഷകളും പലതരം എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും അതുപോലെയാണ് ഇന്ത്യ. നമുക്ക് പലതരം ഭാഷകളും പലതരം കസ്റ്റംസ്, കൾച്ചർ, ക്വിസീൻ എല്ലാം മാറുകയാണെങ്കിലും ബേസിക്കലി നമ്മൾ ഒരു ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു കോമൺ ത്രെഡ് നമ്മുടെ എല്ലാവരും ഉണ്ട്. ഏതായാലും പുസ്തകം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ചു, അവിടെ വിറ്റുപോയി. ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? DC ബുക്സ് തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞിടത്തോളം പലരും വിളിച്ചു പറയുന്നു ഇപ്പോൾ സംഭവം ബുക്ക് കിട്ടാനില്ല, അപ്പൊ അടുത്ത പതിപ്പ് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. ആളുകൾ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. നല്ല കാര്യം, വാങ്ങട്ടെ, വായിക്കട്ടെ. കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ മാതിരി മലയാളം അറിയാത്തവർ, മലയാളികളല്ലാത്തവരും വായിച്ച് കേരളത്തെപ്പറ്റിയും മലബാറിനെ പറ്റിയൊക്കെ അറിയട്ടെ. ഏതായാലും വളരെയധികം നന്ദി ശ്രീ അശ്വിൻ കുമാർ, നമസ്തേ കേരളത്തിൽ പങ്കെടുത്തതിന്. ഈ ഒരു പുസ്തകം കേരളത്തിന്റെ പൌരാണികതയിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.